ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇടാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഫോൺ ചീത്തയായിപ്പോയി. പിന്നെ ചേട്ടൻ വന്ന് ആദ്യം കുറച്ചാണ് ബാക്ക് ക്യാമറ കുറച്ചൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ എൻ്റെ ജോലി, ചേട്ടൻ്റെ കാര്യങ്ങൾ, ഞങ്ങളെ കുറച്ച് കറക്കങ്ങൾ എല്ലാം ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് തറയിൽ വീണ് പൊട്ടി. ജസ്റ്റ് പൊട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പൊട്ടിപ്പോയി. ഇവിടെ ഫുൾ പൊട്ടിപ്പോയി. ഇവിടെ ഫുള്ള്. അപ്പോൾ ആദ്യം കാണത്തില്ല, ക്യാമറ ഒന്നും കാണത്തില്ലായിരുന്നു. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ ഇങ്ങനെ മൊത്തം ഇങ്ങനെ പൊരിച്ചിലായിട്ടേ വരത്തുള്ളൂ ബാക്ക് ക്യാമറ. അതേപോലെ ഫ്രണ്ട് ക്യാമറയും അതുപോലെയായിരുന്നു. പക്ഷേ ഫ്രണ്ട് ക്യാമറ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സാധനം മൊത്തം പൊട്ടിയപ്പോൾ ഒന്നും കാണത്തില്ലായിരുന്നു. മൊത്തം ഇരുട്ട് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ബാഗിലിട്ടുകൊണ്ട് കോൾ എടുക്കാം, സംസാരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ക്യാമറ ഫുള്ള് പോയി. ബാക്കി എല്ലാ യൂസിനും ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ ബാഗിലിട്ടുകൊണ്ടാണ്ട് എന്തോ ഒരു ദിവസം ജോലിക്ക് പോയപ്പോഴത്തേക്കും ഓഫീസിൽ എത്തിയിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇവിടുത്തെ കുറച്ച് ഇങ്ങനെ പൊട്ടിയ ചില്ലെല്ലാം കൂടി ഇളകിയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടി മാറ്റി കളഞ്ഞ സമയത്ത് ഫോൺ ഓണായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഐഫോണിൽ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ക്യാമറ വരുമല്ലോ, അതേപോലെ ഓണായപ്പോൾ നോക്കിയപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ സെൽഫി മാത്രമല്ലേ പറ്റണുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സെൽഫി എടുക്കാനും എല്ലാം ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നതിൻ്റെ മെയിൻ കാര്യം. പിന്നെ എൻ്റെ കയ്യിൽ ഒരു മോട്ടോയുടെ കൊച്ചു ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് വാങ്ങിച്ച ഫോണാണ്. പിന്നെ ഇതാണെങ്കിൽ അപ്പോഴെപ്പോഴും സ്റ്റക്ക് ആവുകയും ചെയ്യായിരുന്നു. ആദ്യം കുഴപ്പമില്ലായിരുന്നു വീണ സമയത്ത്. പിന്നെ പയ്യെ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത് നിന്ന നിപ്പിലങ്ങ് സ്റ്റക്ക് ആവും. പിന്നെ ഒന്നും ലോക്ക് എടുക്കാനും പറ്റില്ല, കോൾ എടുക്കാൻ പറ്റില്ല, നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം വരും, കോൾ വരും, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഡിസ്പ്ലേ ഒന്നും ടച്ച് വർക്ക് ആവത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ ഫോണിൻ്റെ അത്യാവശ്യം വന്നിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഫോൺ ചത്ത പോലെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആ ഫോണിൽ എൻ്റെ ഇതിൽ കിടന്ന എൻ്റെ സിം എടുത്ത് എൻ്റെ ജോലിക്ക് കൊണ്ടുപോകുന്ന ഫോണിൽ എടുത്തിട്ട് അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് കാര്യം ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ വീഡിയോ എടുക്കണതിൻ്റെ ആ ഒരു ഇതങ്ങ് എനിക്ക് പയ്യെ മാറി തുടങ്ങിയിട്ട് ഫോണും ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത്രയും നാൾ ഐഫോൺ കൊണ്ട് നടന്നിട്ട് അപ്പോൾ എനിക്ക് അഹങ്കാരം പറയണമെന്നല്ല, ഞാൻ ഫോണില്ലാതെ ജീവിച്ചിട്ടുണ്ട്. ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അച്ഛൻ ഫോൺ വാങ്ങിച്ചു തരണം. അത് കൊച്ച് നോർമൽ ഫോൺ അല്ല, ഐഫോണൊക്കെ ഞാൻ ഇത് എൻ്റെ ഫോണും ഇല്ല, ഇത് ചേട്ടൻ്റെ ഫോണാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണാണ്. ഹസ്ബൻഡ് ആർമിയിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ പുള്ളി പോയ സമയത്ത് എനിക്ക് തന്നിട്ട് പോയതാണ് ചേട്ടൻ്റെ പഴയ ഫോൺ. അപ്പോൾ എന്തോ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് സ്വന്തമായിട്ടൊരു ഐഫോൺ വാങ്ങണമെന്ന് കുഞ്ഞിലേ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 17 Pro Max. അപ്പം ഞാൻ അത് തന്നെ അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫോണായല്ലോ. അപ്പോൾ ഇനി അടുത്ത എനിക്ക് എന്തായാലും ഞാൻ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇനിയിപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങാം. വെച്ചുകൊണ്ടിരുന്നാൽ അത് പിന്നെയും നീണ്ട് അങ്ങ് പോകും. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, കൈയോടെ വീഡിയോസ് എടുത്ത് തുടങ്ങാം. ഞാൻ വേറെ എന്തോ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും കാര്യം ഇതൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടാണ്ടിരുന്നതിൻ്റെ കാര്യം ഒന്ന് ഇതാണ്, ഫോൺ പൊട്ടിപ്പോയത്. പിന്നെ ചേട്ടൻ വന്ന് ചേട്ടൻ്റെ കൂടെയുള്ള കറക്കവും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ചേട്ടൻ്റെ കൂടെ വന്ന അവിടുത്തെ ഫ്രണ്ട്സ് രണ്ടുപേരും ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കറക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ ഫോണില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോയി. അതാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫോൺ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വെച്ച് നീട്ടണ്ട, കയ്യോടെ വീഡിയോ എടുത്ത് തുടങ്ങാം. പിന്നെയെന്ന് വെച്ചാൽ അങ്ങ് നീണ്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫോൺ കിട്ടി. ഇത്രയും നാളും ഫോൺ ഇല്ലാണ്ടിരുന്നപ്പോൾ എനിക്ക് അയ്യോ വീഡിയോ എടുക്കണം, ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ എടുക്കാമായിരുന്നു, ഒന്ന് നേരെ ചൊവ്വേ ഡെയിലി ഇട്ടിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇടായിരുന്നു, ഒന്ന് വാങ്ങിച്ചെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫോൺ കിട്ടി.
ഫോൺ കിട്ടിയ സ്ഥിതിക്ക് ഒരു ഫോൺ ഇല്ലായിരുന്നു എന്നൊരിതങ്ങ് മാറിയല്ലോ. ഫോണുണ്ട് ഇപ്പം. ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. അപ്പോൾ എന്തായാലും എൻ്റെ ശല്യം ഇനി തൊട്ട് കാണും. ഞാൻ ഇന്ന് തൊട്ട് വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. നിർത്താതെ ഇടണം, കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതുപോലെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് അടുപ്പിച്ച് ആയിട്ടുണ്ട്. എന്നാലും സാരമില്ല. ഞാൻ വീഡിയോ ഇടാണ്ടിരുന്ന സമയത്ത് കുറച്ച് പേരെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യമൊന്നുമില്ല. എന്നാലും ഉള്ളതിൽ കുറച്ച് പേര് എന്നെ കണ്ടപ്പോൾ ചേച്ചി വീഡിയോ ഇടാത്ത എന്ത് ചേച്ചി. അത് കൂടുതലും എൻ്റെ ഫ്രണ്ട്സ്, കസിൻസ്, വീട്ടിലുള്ളവർ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള ഹസ്ബൻഡ് വീട്ടിൽ എൻ്റെ വീട്ടിലെ കുറച്ച് പേര് എല്ലാവരും ചോദിച്ചു എന്ത് വീഡിയോ ഇടാത്തത്, നീ ഒന്ന് ഇട്ട് വന്നേലേ, ഇട്ടുകൂടായിരുന്ന എന്നൊക്കെ പറഞ്ഞ് അവർ നാക്കി ചോദിച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഹാപ്പി ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പറയണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി തൊട്ട് വീഡിയോ ഇടും. പിന്നെ കുറേ പേര് എന്നെ കളിയാക്കിയായിരുന്നു. അവൾ എന്തോ 2 ദിവസം എടുത്ത് എല്ലാത്തിൻ്റെ കൂടെ 2 ദിവസം ഒരിത് കാണും, 3ൻ്റെ അന്ന് എടുത്ത് തറയിലിടും. അവരെ പ്രത്യേകം ശ്രദ്ധിക്കും. ഞാൻ ഇടാണ്ടിരുന്നത് എൻ്റെ കയ്യിൽ ഫോണില്ല, മറ്റേ ഫോണിൻ്റെ ക്യാമറ ഒട്ടും കൊള്ളത്തില്ല, വീഡിയോ എടുത്താൽ ഒട്ടും ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. അതുകൊണ്ടാണ്. അതിൽ പിന്നെ സ്പേസും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അത് അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് എന്തായാലും ഞാൻ ഉറപ്പ് പറയില്ല എന്നും ഞാൻ വീഡിയോസ് ഇടും, ഡെയിലി ഞാൻ വീഡിയോ ഇടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റും വിധം ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി തൊട്ട് ഞാൻ ഇടാം, വീഡിയോസൊക്കെ ഇടും. പിന്നെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.